ഹലോ, വെൽക്കം ടു ഫാമിലി ബ്ലോഗ്. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ അമ്മയും എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും മക്കളുടെ കുറച്ച് ലീലാവിലാസങ്ങൾ ഞാൻ കാണിച്ചു തരാം. രാത്രിയായപ്പോൾ എല്ലാവർക്കും എന്തോ പറ്റി. നിൽക്കണ എൻ്റെ അമ്മയാണ്. അതിൻ്റെ ചുറ്റുമുള്ളത് 2 മക്കൾ. അത് രണ്ടും എൻ്റെ ചേട്ടൻ്റെ മക്കൾ. ഇതും നിൽക്കണ കുരുപ്പും എൻ്റെത്. രാത്രിയാകുമ്പോൾ ഇതാണ് ഇവിടെ പരിപാടി. ഇതും ഒരു കണക്ക് വെച്ച് നോക്കിയാൽ ഒരു എക്സസൈസാണ്. എങ്ങനെ വള്ളി പൊട്ടിക്കാം എന്നല്ല അമ്മ ചിന്തിക്കുന്നത്, എങ്ങനെ മൂടും കുത്തി തറയെ വീഴാം എന്നാണ് എൻ്റെ അമ്മ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇമ്മാതിരി പരിപാടി കാണിക്കുന്നത്. അത് വേറെ കാര്യം. അമ്മ, വീഴാനുള്ള പ്ലാനല്ല ആയാ? എങ്ങനെ വീഴാനാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറഞ്ഞ് വിശദീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായേനെ. ഇതെങ്ങനെ വീഴാന്നാണ് ഉദ്ദേശിക്കുന്നത്? പല്ല് പോണോ മൂക്ക് പോണോ? അല്ല, ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്ന വലിയ പിള്ളേരെ തള്ളിയിടരുത്. കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങൾ. ഇന്ന് മിക്കവാറും ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലോട്ട് ഒരു വിസിറ്റിങ്ങും കാണും മിക്കവാറും. പൊട്ടൂല എന്ന് അമ്മ ഉറപ്പിച്ച്. അപ്പം അമ്മ എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇന്ന് മിക്കവാറും മൂടും കുത്തി തറയിൽ വീഴുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. തുടങ്ങിക്കോ. ഇത് മിക്കവാറും മൂടും കുത്തി ആയിരിക്കൂല. ഇത് മിക്കവാറും എൻ്റെ അമ്മ ഇന്ന് കയ്യോ കാലോ ഓടിക്കും. ഉറപ്പാണ്. കയ്യോ കാലോ എന്ന് എൻ്റെ അമ്മ ഓടിക്കും, ഉറപ്പാണ്. ഇത് കാടും വിളയൊന്നുമല്ല, ഇത് ഞങ്ങളെ വീട്ടിൻ്റെ മുറ്റമാണ്. ഞങ്ങൾ വീടിൻ്റെ മുറ്റത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. വീടിൻ്റെ മുറ്റമാണ്. മുറ്റത്ത് ഇങ്ങനെ ഒരു മരമുണ്ട്, അതിലിങ്ങനെ ഒരു വള്ളിയുണ്ട്. ഇവിടെ രാത്രി ആയപ്പം എല്ലാവർക്കും പോയി, കിളികളെല്ലാം പോയി. അതാണ് സംഭവം. എൻ്റെ അമ്മ മരം ഒടിക്കാൻ ശ്രമിക്കുകയാണോ അതോ വള്ളി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഇനി ഒരാൾ വീണ മറിച്ച് ഇനി എല്ലാ പിള്ളേരെയും കൂടെ വീഴ്ത്താനുള്ള പരിപാടിയാണ് എൻ്റെ അമ്മയും കാണിക്കണത്. അതുകൊണ്ട് 2 നിൽക്കുന്നത്. എല്ലാവർക്കും കൂടെ കൊട്. 2 പേർക്കും കൂടെ കൊട്. 2 പേരും കൂടെ ഉണ്ടല്ലോ ഇനി. കുരുപ്പിന് അങ്ങനത്തെ കാര്യത്തിന് താല്പര്യമില്ല. കാരണം പല്ല് പോകുമെന്നറിയാം. കാരണം ഒരു വട്ടം പോയി 2-3 സ്റ്റിച്ച് ഇട്ടതാണ്. പോണ കുരുപ്പിനും ഇപ്പം സ്റ്റിച്ച് 3 എണ്ണം ചുണ്ടിൽ കിടക്കുകയാണ്. എന്നിട്ടാണ് ഈ വേലത്തരം എല്ലാം കാണിക്കണത്. ഈ വായിൽ സ്റ്റിച്ച് ഇട്ടുകൊണ്ടാണ് ഈ ഓടണത് മൊത്തം. 1, 2 അല്ല, 3 സ്റ്റിച്ചാണ് ഈ കുരുപ്പിട്ടേക്കണത്. മിക്കവാറും ഇന്ന് ഹോസ്പിറ്റൽ വിസിറ്റിങ് കാണും, ഉറപ്പാണ്. ആരാണെന്ന് പറയാൻ എനിക്ക് പറ്റൂല. പിള്ളേരായിരിക്കരുതേന്നേ ഉള്ളൂ. നടക്കട്ടെ, അങ്ങനെ തന്നെ. ആഞ്ഞു വലിക്ക്. ആഞ്ഞു വലിച്ചോ. ഇപ്പോൾ ആരോഗ്യം കുറവാണ്, കുറച്ച് ബൂസ്റ്റ് എടുക്കട്ടെ. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. കുറച്ച് ബൂസ്റ്റ് എടുക്കട്ടെ. ഇവരെ കൊണ്ട് നടക്കൂല. ഒരാൾ വീണിരിക്കുകയാണ്. ഇനി അടുത്ത വള്ളി പൊട്ടി വന്നിരിക്കുകയാണ് ഗൈസ്. വള്ളി പൊട്ടി പോയി.
അപ്പം ഞാൻ പറഞ്ഞത് നടന്നു. പക്ഷേ ആശുപത്രി വിസിറ്റ് ചെയ്യേണ്ട വന്നില്ല, ഭാഗ്യം. സംഭവം ഓവർ. അമ്മയുടെ കാലിൻ്റെ അടുത്ത് തീരുമാനമായി. നമുക്കത് എന്താണെന്ന് നോക്കാം. അടുത്ത കുട്ടി വീണിരിക്കുന്നു. മൊത്തം വീഴ്ചയാണ്. കുട്ടീനെ തള്ളേന് തോന്നിരിക്കണം. എന്നിട്ട് കുട്ടി വീണിട്ട് മൈൻഡ് ഉണ്ടാ നോക്ക്. ഒന്നും പറ്റിയില്ല. അതൊന്ന് വീണാ മതി ഒന്ന് കരയാൻ. അമ്മ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? കരയണ്ട ബാ, നമുക്ക് പോവാം ബാ. അപ്പം ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കാരണം ആള് വീണ് കരഞ്ഞു തുടങ്ങി. ഇനി ഇപ്പോഴൊന്നും നിർത്തൂല. അപ്പം ബൈ, നാളെ കാണാം.